ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മമതയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയുടെ സമയമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ജൻസി നേതാവായിരുന്ന ഷെരീഫ് ഒസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയിൽ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതോടെ മമതയ്ക്ക് കിട്ടിയിരിക്കുന്നത് 8ന്റെ പണിയാണ്. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് മമതാ ബാനർജിക്ക് വിനയായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കൊൽക്കത്തയിലെ ധർമ്മതലയിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിക്കിടെ മമത നടത്തിയ പരാമർശങ്ങളാണ് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒരേ സമയം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് കേസ് ഒതുക്കാൻ ആവശ്യപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ശക്തമായ വിദ്യാർത്ഥി സംഘടനയായ ഇൻക്ലാബ് മഞ്ചിന്റെ കൺവീനറും യുവ നേതാവുമായിരുന്നു ഷെരീഫ് ഒസ്മാൻ ബിൻ ഹാദി. ഇന്ത്യയുടെ വിദേശ നയങ്ങളുടെ ശക്തനായ വിമർശകനായിരുന്ന അദ്ദേഹം 2024 ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്. പശ്ചിമ ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ബംഗ്ലാദേശി കൊലയാളികളെ പിടികൂടിയപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് വിളിച്ചുവെന്ന് മമത അവകാശപ്പെട്ടു. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നും ഇതിനായി ആരെയാണ് ഉപയോഗിച്ചതെന്നും തനിക്ക് കൃത്യമായി അറിയാമെന്നും മമത പറഞ്ഞു. എന്നാൽ പേരുകൾ വെളിപ്പെടുത്തിയാൽ അത് ബംഗ്ലാദേശിൽ വീണ്ടും വലിയ അശാന്തിക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നതിനാൽ താൻ അത് പറയുന്നില്ലെന്ന് മമത തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. മമതാ ബാനർജിയുടെ പ്രസ്താവന പുറത്തു വന്നതോടെ ബംഗ്ലാദേശിൽ ഭാരതവിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ബംഗ്ലാദേശ് സർക്കാർ ഈ വിഷയത്തിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അയൽരാജ്യത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന പ്രസ്താവനകൾക്ക് തങ്ങൾ അമിത പ്രാധാന്യം നൽകുന്നില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി ഷമാ ഉബൈദ് വ്യക്തമാക്കി. രാജ്യസുരക്ഷയെയും വിദേശ നയങ്ങളെയും ബാധിക്കുന്ന സുപ്രധാന വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു, കേന്ദ്രമന്ത്രിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് മമതയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസിലെ രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ മമതാ ബാനർജിക്കൊപ്പമുള്ള നേതാക്കൾക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. മമതാ പക്ഷത്തെ മുൻ MLA ആയ ഷൗക്കത്ത് മുല്ലയുടെ വീട്ടിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ NIA റെയ്ഡ് നടത്തി. തെരഞ്ഞെടുപ്പിനിടെ ബംഗാറിൽ നടന്ന ബോംബ് സ്ഫോടന കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായായിരുന്നു പരിശോധന. സ്ഫോടനത്തിന് പിന്നിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയാണെന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷൗക്കത്ത് മുല്ലയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് തൃണമൂൽ നേതാവ് വാഹിദുൽ ഇസ്ലാമിനെ ഉൾപ്പെടെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് റെയ്ഡ് നടന്നത്. അതിനിടെ വ്യാജ ഒപ്പ് കേസിൽ അഭിഷേക് ബാനർജിക്ക് വീണ്ടും നോട്ടീസ് നൽകാനുള്ള ഒരുക്കത്തിലാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. പ്രതിപക്ഷ നേതാവുമായി മമതാ പക്ഷം ഉയർത്തിക്കാണിച്ച നേതാവ് വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് കാണിക്കുകയായിരുന്നു എന്നാണ് പരാതി. കേസിൽ ഹാജരാവാൻ 2 തവണ അഭിഷേക് ബാനർജിക്ക് നോട്ടീസ് നൽകിയിരുന്നു. രേഖകൾ ഹാജരാക്കി ചോദ്യം ചെയ്യലിന് എത്തണമെന്നായിരുന്നു നിർദ്ദേശം. മെയ് 9-ന് MLA-മാരുടെ യോഗം ചേർന്നെന്ന അഭിഷേക് ബാനർജിയുടെ വാദം തെളിയിക്കാനായി ഇതിന്റെ മിനിറ്റ്സും പ്രമേയത്തിന്റെ പകർപ്പും ഹാജരാക്കാനാണ് നിർദ്ദേശം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.